അക്ഷയ എന്റർപ്രണർ എക്സാം റിസൾട്ട് ഹോൾഡ് കേസ് കേരള ഹൈക്കോർട്ട് അപ്ഡേറ്റ് ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് എക്സ്പ്ലെയിൻഡ്. കേരളത്തിലെ അക്ഷയ എന്റർപ്രണർ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കോടതി കേസ് പുരോഗമിക്കുന്നു. ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ സമർപ്പിച്ച WPC 00117070/2026 കേസാണ് നിലവിൽ പരിഗണനയിൽ ഉള്ളത്. കേസിന്റെ പ്രധാന വിഷയം അക്ഷയ എന്റർപ്രണേഴ്സ് കോൺഫെഡറേഷൻ സമർപ്പിച്ച ഹർജിയിലാണ്. സർക്കാർ പരീക്ഷാ നടപടികളും ഫലപ്രഖ്യാപനവും സംബന്ധിച്ച് നിയമപരമായ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. കോടതി നിർദ്ദേശം 12/5/2026. കോടതി വ്യക്തമായി പറഞ്ഞത് പരീക്ഷ നടത്താം, പക്ഷേ ഫലം കോടതി അനുമതി ലഭിക്കാതെ പ്രസിദ്ധീകരിക്കരുത് എന്നാണ്. ഇത് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടക്കാല ഉത്തരവാണ്. ഇപ്പോഴത്തെ കേസ് സ്റ്റാറ്റസ്: കേസ് സ്റ്റേജ് അഡ്മിഷൻ. നെക്സ്റ്റ് ഹിയറിംഗ് 29/6/2026. ഏർലിയർ ഹിയറിംഗ്സ് മാർച്ച്, മെയ്, ജൂൺ തീയതികളിൽ പലതവണ മാറ്റിവെച്ചിട്ടുണ്ട്. ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അടക്കമുള്ള ബെഞ്ചുകൾ പരിഗണിച്ചു. IA സ്റ്റാറ്റസ്, ഡയറക്ഷൻ, അഡീഷണൽ ഡോക്യുമെന്റ്സ് എന്നിവ ഉൾപ്പെടെ നിരവധി IAകൾ പെൻഡിങ്ങിൽ ആണ്. കേസ് ഇപ്പോഴും അന്തിമ വിധിയിൽ എത്തിയിട്ടില്ല. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അക്ഷയ എന്റർപ്രണർ പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. കോർട്ട് പെർമിഷൻ കിട്ടിയ ശേഷം മാത്രമേ ഫൈനൽ റിസൾട്ട് പുറത്തുവരൂ. കേസ് അവസാനിക്കുന്നതുവരെ റിസൾട്ട് ഹോൾഡായി തുടരുവാനുള്ള സാധ്യതയുണ്ട്. സംഗ്രഹം: ഈ കേസ് കാരണം അക്ഷയ എന്റർപ്രണർ റിക്രൂട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപനം താൽക്കാലികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജൂൺ 29 ഹിയറിംഗ് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ. ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശം: ഒഫീഷ്യൽ കോർട്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ LBS നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക.